ഇന്ത്യ S-400 വാങ്ങുന്നതിന് മുമ്പ് ഇങ്ങനൊരു വാർത്ത നിങ്ങളിൽ പലരും കണ്ടു കാണും. കാരണം അന്ന് ഇത് ഭയങ്കര ചർച്ചയായിരുന്നു. അമേരിക്ക ഇന്ത്യക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 വാങ്ങരുത്. എപ്പോഴാണ് വാണിംഗ് കൊടുത്തത്? ഈ തുർക്കിയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് ശേഷം, തുർക്കിയെ F-35 പ്രോഗ്രാമിൽ നിന്ന് എടുത്ത് വെളിയിൽ കളഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയുടെ മേൽ ഈ ഒരു ഭീഷണി മുഴക്കിയത്. തുർക്കി എന്ന് പറയുന്നത് നാറ്റോ മെമ്പറാണ്, അമേരിക്കയുടെ സഖ്യരാജ്യമാണ്. ആ തുർക്കിയെ എടുത്ത് F-35 പ്രോഗ്രാമിൽ നിന്ന് വെളിയിലും കളഞ്ഞ് തുർക്കിയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളും വാങ്ങരുത്, വാങ്ങിക്കഴിഞ്ഞാൽ തുർക്കിയുടെ അവസ്ഥയായിരിക്കുമെന്ന്. പക്ഷേ ഇന്ത്യ S-400 വാങ്ങി. അമേരിക്ക ഉപരോധമൊന്നും ഏർപ്പെടുത്തിയില്ല, ഇന്ത്യക്ക് ഇളവ് തരികയും ചെയ്തു. അത് ഉറച്ച നിലപാടുള്ള ഒരു ഭരണകൂടത്തിന്റെ വിജയമായിരുന്നു. അന്ന് എല്ലാവരും നരേന്ദ്രമോദിയെ പുകഴ്ത്തി. ആ മനുഷ്യരാണ് ഇന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രഷർ ഭയന്ന്, അമേരിക്കയുടെ സമ്മർദ്ദത്തെ ഭയന്ന് നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ട് ഇപ്പൊ റഷ്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ ഒപ്പിട്ട് പോലും. റഷ്യയുടെ പ്രതികരണം എന്താണ്? ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന്. പറഞ്ഞത് പ്രസിഡന്റ് ട്രംപ് മാത്രമാണ് എന്നാണ് റഷ്യ പറഞ്ഞത്. പ്രസിഡന്റ് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ തൽക്കാലം ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അയാളെപ്പോലൊരു അല്പനായിട്ടുള്ള ഭരണാധികാരിയെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ $40 ബില്യൺ ഡിഫൻസ് പർച്ചേസിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത്. ഇതിനകത്ത് 114 റഫേൽ യുദ്ധവിമാനങ്ങളുണ്ട്. അമേരിക്കയെ ഭയന്ന് കുമ്പിട്ട് പോകുന്ന ആളാണ് നരേന്ദ്രമോദി എങ്കിൽ ആദ്യം നരേന്ദ്രമോദി ഡീൽ ചെയ്യുന്നത് അമേരിക്കയുമായിട്ടുള്ള F-21 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന്റെ കരാറിലായിരിക്കും. അങ്ങനെ നരേന്ദ്രമോദിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ മാത്രം എന്തെങ്കിലും ഒരു നിധി കുംഭം പ്രസിഡന്റ് ട്രംപിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുകിൽ F-35 ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ അയാൾ ശ്രമിക്കും, ഇല്ലെങ്കിൽ F-16 F-22 ഇടയിൽ ഒരു പുതിയ സാധനം F-21 എന്ന് പറഞ്ഞ് ഉണ്ടാക്കി തരാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങാനായിട്ട് ഇന്ത്യ ഫോഴ്സ് ചെയ്യും. നരേന്ദ്രമോദി അവിടെ കൊണ്ട് തലവെച്ച് കൊടുത്തനെ. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ട്രംപിന്റെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക അങ്ങ് പേടിയാണ്, ട്രംപ് അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് നരേന്ദ്രമോദി ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം അതല്ലേ ചെയ്യേണ്ടത്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ വകവയ്ക്കാതെ, റഷ്യയുടെ സമ്മർദ്ദങ്ങളെ വകവയ്ക്കാതെ, റഷ്യ എത്ര ദിവസമായിട്ട് Su-57 തരാന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു. ഇതൊന്നും വകവയ്ക്കാതെ ഇന്ത്യക്ക് ആവശ്യം എന്തോ അത് ഇന്ത്യ വാങ്ങാൻ തീരുമാനിക്കുന്നു. ഫ്രാൻസിൽ നിന്ന് നമ്മൾ 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുക മാത്രമല്ല, അതിൽ ഏകദേശം 10-90 ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്യും. എത്രമാത്രം ടെക്നോളജി ട്രാൻസ്ഫർ വേണ്ട ഒരു പ്രോസസ്സാണത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ട്. അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് എന്താണോ ഗുണം അതേ ചെയ്യൂ. അതുപോലെ S-400 കൂടുതൽ മിസൈലുകൾ, 200-400 മിസൈലുകൾ S-400 ആവശ്യമുണ്ട് എന്ന് ഇന്ത്യ കണക്കാക്കുന്നു. ഈ മിസൈലുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ കരാർ ഇപ്പോൾ റഷ്യയുമായിട്ട് സൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ റഷ്യയിൽ നിന്ന് മിസൈലുകൾ വാങ്ങാനായിട്ട് ഇന്ത്യ പോകുന്നു. വലിയൊരു ഡിഫൻസ് പർച്ചേസ് നടത്താൻ പോവാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തോ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാൽ ഇന്ത്യ അത് വേണ്ടെന്ന് വെക്കോ? അങ്ങനെയാണെങ്കിൽ S-400 ഇന്ത്യ വാങ്ങില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ വരില്ല, ഇടപെടില്ല. കാരണം അമേരിക്കയ്ക്ക് അറിയാം ഇടപെട്ടാലും ഇന്ത്യ വഴങ്ങാൻ പോകുന്നില്ല എന്ന്. അപ്പൊ ഇതെല്ലാം ലോകത്ത് ഈ ജിയോ പൊളിറ്റിക്സിനെ നമ്മൾ ഒരേ കണ്ണിലൂടെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരേ കണ്ണാടി കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം ഓരോ രാജ്യങ്ങളും ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങളൊക്കെ തമ്മിൽ. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ട്, ഭരണാധികാരികൾക്ക് താല്പര്യങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ വ്യക്തി അയാളൊരു അല്പനാണ്, അയാളൊരു പോങ്ങനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അയാളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ അതുപോലെയാണ് ഡീൽ ചെയ്യുന്നത്. സോ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത് അത് ഇന്ത്യക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ ഇവിടെ പലരും ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രം. നരേന്ദ്രമോദിക്ക് ട്രംപിനെ ഭയമാണെന്നൊക്കെ പറയുന്നവർ ഈ ഒരൊറ്റ ചോദ്യങ്ങൾക്ക്, ഈ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം തരൂ. എങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ F-35 വാങ്ങില്ല? അമേരിക്ക ഓഫർ ചെയ്ത F-21 വാങ്ങുന്നതിന് പകരം ഫ്രാൻസിൽ നിന്ന് എന്തുകൊണ്ട് വാങ്ങി? കാരണം മാക്രോണ് ട്രംപിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആ ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ 114 യുദ്ധവിമാനം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതായിട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ്? അവരുടെ ചില ഡ്രോണുകൾ നമ്മൾ വാങ്ങുന്നുണ്ട്. അത് ശരിയാണ്, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ വെനസ്വേലൻ ഓയിൽ ഇന്ത്യ ഓൾറെഡി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം വാങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി. അമേരിക്ക അവിടെ ഭരണകൂടത്തെ അട്ടിമറിച്ചപ്പോൾ വെനസ്വേലൻ ഓയിൽ വാങ്ങാൻ നമുക്ക് കഴിയും. കാരണം വെനസ്വേലൻ ഓയിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന റിഫൈനറികൾ ഇന്ത്യയിലുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയിലൂടെ മാത്രമാണ് അത് പ്രോസസ് ചെയ്യാൻ പറ്റുക. എല്ലാ രാജ്യങ്ങൾക്കും അതിനുള്ള മെഷീനറീസ് ഇല്ല, അത് ഇന്ത്യയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? വെനസ്വേലൻ ഓയിൽ വാങ്ങും. അത് വളരെ ചീപ്പാണ്, വളരെ വിലക്കുറവാണ്.
അത് വാങ്ങും. അത് ഇന്ത്യക്ക് ഗുണമുള്ള കാര്യമാണ്. അപ്പൊ ഇന്ത്യക്ക് എന്താണോ ഗുണം അതാണ് ഇന്ത്യ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല. പിന്നെ ഡീലുകൾ എന്ന് പറയുന്നത്, കരാറുകൾ എന്ന് പറയുന്നത്, നമ്മൾ പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് സാധിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച വേണം. വിട്ടുവീഴ്ച ഇല്ലാതെ ഡീലുകൾ നടക്കില്ല. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഇവിടെ കാണുന്നതും അതാണ്. ഇന്ത്യ അമേരിക്കയും തമ്മിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു. അങ്ങനെ ഒരു ഡിഫൻസ് കരാർ ഉണ്ടാക്കുന്നു. പിന്നെ കുറെ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം, 2010 0% താരിഫ്, 2010 2.3% താരിഫ്, ഇപ്പൊ 18 ആയില്ലേ? ഇതാണോ മോഡിയുടെ മിടുക്കെന്ന്? ഇവർക്കും കാര്യങ്ങൾ അറിയാത്തോണ്ടൊന്നുമല്ല. 2010 ട്രംപ് അല്ല അമേരിക്കൻ പ്രസിഡന്റ്. 2026 യാഥാർത്ഥ്യം എന്താണ്? പ്രസിഡന്റ് ട്രംപ് പറയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്, അമേരിക്കയിൽ ഒരു താരിഫും ഇല്ല. എന്നാൽ അമേരിക്കൻ കമ്പനികൾ നിങ്ങളുടെ രാജ്യത്തോട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ താരിഫ് ചുമത്തുകയാണ്. ഇനി ഇത് പറ്റില്ല, ഞാനും എല്ലാ രാജ്യങ്ങളുടെ മേലും താരിഫ് ചുമത്താൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ മേലും താരിഫ് ചുമത്തുകയാണ്. 2010 അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇന്നിപ്പോ ട്രംപ് എല്ലാ രാജ്യങ്ങളുടെയും താരിഫ് ചുമത്തുമ്പോൾ ഇന്ത്യയിലും വരും. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സാമന്തരായിട്ടുള്ള ബ്രിട്ടന് മാത്രമാണെന്ന് തോന്നുന്നു 10% ബേസ് താരിഫ് ഉള്ളത്. ബാക്കി യൂറോപ്യൻ യൂണിയന് 15%. ബാക്കിയുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് എല്ലാം 15, 18, 20, 25 ഒക്കെ ശതമാനമുണ്ട്. ഇന്ത്യക്ക് 18% എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഡീലാണ്. നമ്മുടെ മറ്റ് അയൽ രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ബെറ്റർ ഡീലാണ്. കോമ്പറ്റേറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ ബെസ്റ്റ് ഡീലാണ് നമുക്ക്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചിട്ടാണ് ഇവർ ഈ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 ദിവസം പ്രചരിപ്പിച്ച എന്താണ്? ഇതാ ഇന്ത്യക്ക് തിരിച്ചടി, ബംഗ്ലാദേശിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്ക് 0 താരിഫ്. പച്ചക്കള്ളമല്ലേ? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന നൂല് ഉപയോഗിച്ച് നെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇന്ത്യ കൊണ്ടുവന്നാൽ ഇന്ത്യക്കും ഉണ്ട്. ഇന്ത്യ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് നൂലടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിട്ട് അത് ഉപയോഗിച്ച്, ഫൈബർ അടക്കം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾക്ക് അമേരിക്ക 0 താരിഫ് ചുമത്തു. കാരണം അമേരിക്കയിൽ നിന്ന് വാങ്ങിയാണ് ഉണ്ടാക്കി അയക്കുന്നത്. അത് അമേരിക്കയുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. മറിച്ച് വേറെ എവിടത്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരുന്ന സാധനമാണോ അതിന് ഈ പറയുന്ന നികുതി 19% നികുതി അവിടെ ബംഗ്ലാദേശിന് കൊടുത്തേ പറ്റൂ. അപ്പൊ ഇതെല്ലാം സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് വ്യാജ പ്രചാരണമാണ് നടക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ ഒന്നും കിട്ടുന്നില്ല. എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കൊടും ക്രിമിനൽ അയാൾ ആർക്കോ അയച്ച ഒരു സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ എന്റെ ഉപദേശം കേട്ടിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോയത് എന്ന് അയാൾ തള്ളി. ഏതോ ഒരു കൊടും ക്രിമിനൽ എന്നോ ആർക്കോ അയച്ച ഒരു ഇമെയിലിന് വേണ്ടിയിട്ട് ഇതില് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് അയാൾ പറഞ്ഞതിനും മറുപടി പറയേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി. അയാളും മോദിയും തമ്മിലുള്ള ഒരു ഫോട്ടോ പോലും ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുമില്ല. നരേന്ദ്രമോദി അയാളുടെ ജീവിതത്തെ ഒരിക്കലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ നരേന്ദ്രമോദി മറുപടി പറയണം. ഇതൊക്കെയാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നത് വരെ അമേരിക്കയിൽ പോകാൻ പറ്റില്ല. വിസ നിഷേധിച്ചിരിക്കുകയായിരുന്നു. അതാണ് മറ്റൊരു തമാശ. എപ്സ്റ്റീൻ എന്ന് പറയുന്ന മനുഷ്യനെ മോദി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് 1-2 തവണ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ തീരുമാനം അനുസരിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളുമായിട്ട് ചിലപ്പോൾ പല ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. അതൊക്കെ ലോകത്ത് സർവ്വസാധാരണമാണ്. പക്ഷെ അതിൽ ഏതോ ഒരു ക്രിമിനൽ അവന് ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളുമായിട്ടും ഭരണകൂടങ്ങളുമായിട്ടും ഒക്കെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനാണ്. ഇന്ത്യയുമായിട്ടും അവൻ ശ്രമിച്ചു കാണും. ഇന്ത്യ അതിന് വഴങ്ങി കൊടുത്തിട്ടും ഉണ്ടാവില്ല. പക്ഷെ അവൻ തള്ളി മറിച്ചതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണം. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നരേന്ദ്രമോദിയുടെ കാലത്താണ് ഇന്ത്യ ഏറ്റവും ഉയർന്ന GDP ഗ്രോത്ത് കാണിക്കുന്നത്. മോദി വന്നതിന് ശേഷം ഇന്ത്യയുടെ GDP ഡബിളായി. ഇന്ത്യ സുസ്ഥിരമായ വികസനത്തിലൂടെ പോകുന്നു. വേൾഡ് ബാങ്ക്, IMF ഇതെല്ലാം പറയുകയാണേ. നമ്മുടെ മാധ്യമങ്ങളടക്കം ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാണ്. എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോദി വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യ മേഖലയിൽ അടക്കം വികസനവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പിട്ടതോടെ ഇന്ത്യ രാജ്യത്തെ മോദി വിറ്റു എന്നാണ് പ്രതിപക്ഷമൊക്കെ പറയുന്നത്. ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുമുണ്ട്. നരേന്ദ്രമോദി ഇതിനു മുമ്പ് ചെയ്ത ഏത് കാര്യത്തെയാണ് പ്രതിപക്ഷം അംഗീകരിച്ചിട്ടുള്ളത്? മോദി കൊണ്ടുവന്ന സകലതിനെയും എതിർത്തിട്ടല്ലേ ഇവരുള്ളൂ. നരേന്ദ്രമോദി 370 അനുച്ഛേദം എടുത്തു കളഞ്ഞപ്പോൾ അതിനെയും പ്രതിപക്ഷം എതിർത്തില്ലേ? മെജോറിറ്റി പാർട്ടികൾ പ്രതിപക്ഷത്തുള്ള എതിർത്തില്ലേ? ഇത് ഇന്ത്യയെ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യയെ വീണ്ടും വെട്ടിമുറിക്കുന്നതിന് കാരണമാകും എന്നൊക്കെയാണ് വെച്ച് കാച്ചിയത്. അപ്പൊ ഇവർ ഒരു കാലത്ത് മോദിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിപ്പോ അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ ഒപ്പിട്ടാലും ഇവരെതിർക്കേ ഉള്ളൂ. ഇത്രയും കാലം എതിർത്തിട്ടാണ് ഇന്ത്യ 2026 ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നതും ഇരട്ടി GDP ഗ്രോത്തിലേക്ക് എത്തുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് പവറായിട്ട് മാറുന്നതും ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടൊക്കെ മാറുന്നത് 2026 ഇത്രയും കാലം മോദിയെ എതിർത്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിനെ എതിർക്കുന്നത്. ഇതിലെ കോമഡി ഏതാണ്? ഇവരെ ഇത്രയും കാലം എതിർത്തിട്ടേ ഉള്ളൂ, ഒന്നിനും സപ്പോർട്ട് ചെയ്തവരല്ല.
ഇവരെതിർത്ത കാര്യങ്ങളെല്ലാം മോദി നടപ്പിലാക്കിയിട്ടാണ് ഇന്ത്യ ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ചതെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറും ഇന്ത്യക്ക് ഗുണം ചെയ്യും. അതിലൂടെയും ഇന്ത്യ ഒരുപാട് നേട്ടം ഉണ്ടാക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇതാണ് ഇതിലെ പരമമായ യാഥാർത്ഥ്യം. എന്തായാലും റഷ്യയിൽ നിന്ന് ഇന്ത്യ മിസൈലുകൾ വാങ്ങാൻ പോവാണ്. ഇനിയിപ്പോ ട്രംപിനെ പേടിച്ചു എന്ന് പറഞ്ഞ് മോദിയെ കുറ്റപ്പെടുത്തിയവർ എന്ത് പറയുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.